സർക്കംസിഷൻ ഓഫ് ദ ഹാർട്ട്, ഹൃദയത്തിൻ്റെ പരിച്ഛേദന ചെയ്യുന്ന നിത്യ നിയമം ദൈവം തമ്പുരാൻ അബ്രഹാമിനെ കൊണ്ട് ചെയ്യിപ്പിച്ചതായിട്ടാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. എല്ലാ യഹൂദനും അത് ചെയ്യുന്നുണ്ട്. ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞതിൻ്റെ 8-ാം ദിവസമാണ് പരിച്ഛേദന ചെയ്യുന്ന, അഗ്രചർമ്മം ചെയ്യുന്ന ശുശ്രൂഷ. മുസ്ലിങ്ങളത് ചെയ്യാറുണ്ട്. യഹൂദന്മാരാണ് ചെയ്യുന്നതിനാണ് പരിച്ഛേദന എന്ന് നമ്മൾ പറയാറുള്ളത്. അപ്പം ഈ മിസ്സിയാനിക് ജൂവിഷ് പീപ്പിളുണ്ട്, ക്രിസ്തുവിനെ സ്വീകരിച്ച യഹൂദന്മാർ. ഞാൻ അമേരിക്കയിൽ പോയപ്പോൾ അവർ ഈ 8-ാം ദിവസം കൊണ്ടുവന്നിട്ട് അവരുടെ പാസ്റ്ററിനെ കൊണ്ട് അഗ്രചർമ്മം ചെയ്യും. അതായത് ഇതിൽ യഹൂദന്മാരിൽ തന്നെ ക്രിസ്തുവിനെ സ്വീകരിച്ചവരിൽ അഗ്രചർമ്മം ചെയ്യാൻ കഴിവുള്ളവർ, അല്ലെ അവർ ഡോക്ടേഴ്സിനെ വിളിച്ചിട്ട് 8-ാം ദിവസം അഗ്രചർമ്മം ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത് ഞാനത് പോയി കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. കുഞ്ഞധികം കരയത്തൊന്നുമില്ല, കാരണം അവർ ലോക്കലായിട്ട് അനസ്തീഷ്യ കൊടുക്കുന്നതായിരിക്കണം, എന്തെങ്കിലും ആയിക്കോട്ടെ. എന്താന്നേലും പരിശുദ്ധാത്മാവിൽ അത് ചെയ്തിട്ട് കുഞ്ഞിനെ നിത്യനിയമത്തിൻ്റെ ഉടമ്പടിയിലേക്ക് കൊണ്ടുവരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ദൈവം അത് പഴയ നിയമത്തിൽ പറയുമ്പം പഴയ നിയമത്തിൽ തന്നെ ദൈവം ഹൃദയപരിച്ഛേദനയും പറയുന്നുണ്ട്. എന്തിനാണ് ഇത് ചെയ്തതെന്ന് ചോദിച്ചാൽ, പുറമേ ഉള്ള ആളുകൾക്ക് കാണാൻ വേണ്ടി, പഴയ നിയമം എപ്പോഴും നിഴലാണല്ലോ, പുറമേയുള്ള ആളുകൾക്ക് മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടി ഈ ഒരു എൻ്റെ ജനത വ്യത്യാസമാണ്, അവർക്ക് വേണ്ടിയുള്ള ചിഹ്നമാണ് അഗ്രചർമ്മ അല്ലെങ്കിൽ പരിച്ഛേദന ചെയ്തിരിക്കേണ്ടത്. ആവർത്തന പുസ്തകം 30-ന്റെ 6-ാം വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. 30-ന്റെ as the Lord your God will circumcise your heart and the hearts of your offspring, so that you will love the Lord your God with all your heart and with all your soul, that you may live. അത് വളരെ പ്രധാനമാണ്. ഈ മലയാളത്തിൽ ഇങ്ങനെയാണ്, നീ ജീവിച്ചിരിക്കേണ്ടതിന് ജീവിക്കാൻ വേണ്ടി, നീ ജീവിച്ചിരിക്കേണ്ടതിന് നിൻ്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിപ്പാൻ തക്കവണ്ണം നിൻ്റെ ദൈവമായ യഹോവ നിൻ്റെ ഹൃദയവും നിൻ്റെ സന്തതിയുടെ ഹൃദയവും പരിച്ഛേദന ചെയ്യും. എന്നിട്ട് നമ്മളെ ഉപദ്രവിക്കുന്നവരെ പിന്നെ നമ്മുടെ മുമ്പിൽ നിർത്തൂല. കർത്താവ് ഒരു കവചം പോലെ ഉടമ്പടി, അതായത് നമ്മളൊരു ഉടമ്പടി എടുത്തു കഴിയുമ്പോഴത്തേക്ക് ദൈവത്തിൻ്റെ കവചം നമ്മുടെ മേൽ വീണ് കാണും. ഉടമ്പടിക്ക് വലിയ ശക്തിയാണ്. ഞാനും ദൈവം, അതാണ് ഈ ചില TV യൂട്യൂബിലൊക്കെ നോക്കും, ഉടമ്പടി എടുത്തിട്ട് അത് ചെയ്തു ഇത് ചെയ്തു ഇത് കിട്ടി എന്നൊക്കെ പറയുമ്പം എവിടെ പോയി പ്രാർത്ഥിച്ചെന്നുള്ള, ഉടമ്പടി ദൈവത്തോടായി എടുക്കുന്നതെങ്കിൽ ദൈവം ഒട്ടനെ ആക്റ്റപ്പോൺ ചെയ്യും. ബിക്കോസ് വി ആർ എൻ്ററിങ് ഇൻ ടു എൻ അഗ്രിമെൻറ്റ് വിത്ത് ഗോഡ്. അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം ദൈവമായിട്ട്. പലപ്പോഴും ഞാൻ അപ്പനമ്മമാർ പ്രയാസമുണ്ട് മക്കളെക്കുറിച്ച് ഭാരപ്പെടുമ്പോൾ ഞാൻ പറയുന്നത്, തലമുറയിൽ നിന്നെങ്ങാനും ശാപം വന്നതാണോ, ആണെങ്കിൽ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് നമുക്കൊന്നും കൂടെ ദൈവത്തോട് ഒരു ഉടമ്പടി എടുക്കാം. ദൈവമേ, ഇന്ന് മുതൽ എൻ്റെ കുഞ്ഞിനെ, എനിക്ക് നീ തന്ന കുഞ്ഞിനെ ദൈവവചനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിൽ വളർത്തിയെടുക്കാമെന്ന് ഞാൻ നിന്നോട് ഒരു ഉടമ്പടി എടുക്കുന്നു. വെറുതെ ഉടനെ അത് സീരിയസ് ആയിട്ട് എടുക്കും. നമ്മൾ പറയുന്ന ഓരോ വാക്കും ദൈവം ശ്രദ്ധ വെച്ച് കേൾക്കും, അതിൽ ആക്റ്റപ്പോൺ ചെയ്യുകയും ചെയ്യും. ചില കാര്യം നമുക്ക് വേണ്ടെന്ന് പറയാമെങ്കിൽ എത്ര നല്ലതാണെങ്കിലും എനിക്ക് വേണ്ടെന്ന് ദൈവം അത് മാറ്റി വെക്കും. പിന്നെ അതിന് ബോധം വരുന്നിടം വരെ ദൈവം അവിടെ വെച്ചേക്കും. അന്നേരം പിന്നെ ചിലർ വാങ്ങിക്കത്തുമില്ല. ഞാൻ എഴുതിയ ഒരു ബുക്കിനകത്ത് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ സ്വർഗ ഭണ്ഡാരത്തിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞ് ചെന്നപ്പം ഒരു വലിയ മുറി മുഴുവനും സാധനങ്ങളാണ്, മുറി തുറന്നിട്ടേ ഇല്ല. അപ്പോൾ ആ മനുഷ്യൻ ചോദിക്കുന്നു, എന്തായി മുറി ഒന്ന് തുറക്കാതെ, ഇത് എൻ്റെ മുറിയാണ്. ഭർത്താവിന് നീ അത് കാണണമെന്ന് ചോദിച്ചു. ശരി, കണ്ടുകളയാന്ന് പറഞ്ഞു. തുറന്നപ്പോൾ എന്തുവാ, അവൻ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ കൊടുക്കാൻ വെച്ചിരുന്ന സകല പ്രസൻറ്റും അതിനകത്ത് പാക്ക് ചെയ്തിട്ടിരിക്കുക. ഭൂമിയിൽ നിന്ന് ചോദിക്കാഞ്ഞതിനാൽ കൊടുത്തില്ലെന്ന്. അപ്പോൾ ആസ്ക്, സീക്ക്, നോക്ക്. ചോദിച്ചില്ല എങ്കിൽ പലതും കിട്ടാതെ പോകുന്നുണ്ട്. മക്കൾ ചോദിക്കുന്നെങ്കിൽ അമ്മയപ്പന്മാരെങ്കിലും ചോദിക്കാൻ പഠിക്കുവാൻ. അപ്പോൾ ഹൃദയപരിച്ഛേദനയ്ക്ക് പഴയ നിയമത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ആവർത്തന പുസ്തകം 30-ന്റെ 6 നീ ജീവിച്ചിരിക്കേണ്ടതിന് നിൻ്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിപ്പാൻ തക്കവണ്ണം നിൻ്റെ ദൈവമായ യഹോവ നിൻ്റെ ഹൃദയവും നിൻ്റെ സന്തതിയുടെ ഹൃദയം പരിച്ഛേദന ചെയ്യും. അപ്പോൾ എങ്ങനെ പരിശോധന ചെയ്തെന്ന് വിചാരിക്കട്ടെ. നമ്മൾ ചെയ്തു, കർത്താവേ എൻ്റെ ഹൃദയത്തിന് നീ പരിശോധന ചെയ്യാൻ ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കും. നമ്മൾ മനസ്സുകൊണ്ട് കാണണം. ദൈവം വന്നിട്ട് ഉടനെ തന്നെ പരിശോധന ചെയ്ത് നമ്മളെ ഹൃദയത്തിനകത്ത് വേണ്ടാത്തതിനെ എടുത്തു മാറ്റി വേണ്ടുന്നതാവുന്ന ക്രിസ്തുവിനെ അല്ലെങ്കിൽ ദൈവവചനത്തെ കൊണ്ട് ദൈവത്തെ കൊണ്ട് തന്നെ നിറയ്ക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നതിന് മുമ്പിൽ എഴുതിയിരിക്കുന്നത്, ആവർത്തന പുസ്തകം 4:5 ദൈവം പറയുകയാണ്, ഉടമ്പടി എടുക്കും. നിനക്കുള്ളവർ
അല്ല, നമുക്കുള്ളവർക്ക് വേണ്ടിയാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. പറയും അമ്മയപ്പന്മാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കളാണ് നമുക്ക് വലുത്. നിനക്കുള്ളവർ ആകാശത്തിൻ്റെ അറുതി വരെ ചിതറിപ്പോയിരുന്നാലും നിന്റെ ദൈവമായ യഹോവ അവിടെ നിന്ന് നിന്നെ കൂട്ടിച്ചേർക്കും. അവിടെ നിന്ന് അവൻ നിന്നെ കൊണ്ടുവരും. നിന്റെ പിതാക്കന്മാർക്ക് കൈവശമായിരുന്ന ദേശത്തേക്ക് നിന്റെ ദൈവമായ യഹോവ നിന്നെ കൊണ്ടുവരും. നീ അത് കൈവശമാക്കും. അവൻ നിനക്ക് ഗുണം ചെയ്ത് നിന്റെ പിതാക്കന്മാരെക്കാൾ നിന്നെ വർദ്ധിപ്പിക്കും. എന്തൊരു നല്ല വാഗ്ദത്തമാണ് ഇത്. ഞാൻ വായിച്ചു കഴിഞ്ഞപ്പം ഞാനിത് പറഞ്ഞു, കർത്താവ് ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ളത് നമ്മൾ ഒരിക്കലും മനസ്സിലാക്കില്ല. ദൂരസ്ഥർ സമീപസ്ഥരാകുന്നൊക്കെ നമ്മൾ കുർബാന സമയത്ത് പ്രാർത്ഥിച്ച് കേൾക്കുന്നുണ്ട്. വ്യക്തമായിട്ട് പഴയ നിയമത്തിനകത്ത് ആവർത്തന പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുകയാണ്, നിൻ്റെ മക്കൾ മാറി നടക്കുകയാണോ, അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കം അകന്നിരിക്കുകയാണോ, വീട്ടിൽ തന്നെ താമസിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമില്ലാതെ. ശരിയല്ലേ, ഒരേ വീട്ടിൽ താമസിച്ചിട്ട് സ്നേഹമില്ലാത്തവരെനിക്കറിയാം, മിണ്ടുകയില്ല, വാശിയും വൈരാഗ്യം. സഹോദരന്മാർ തമ്മിൽ മിണ്ടത്തില്ല, എന്തിനാ പിണങ്ങിയിരിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ, ജീവിതകാലം മുഴുവൻ വഴക്കുണ്ട്. അങ്ങനെയുള്ളിടത്തൊക്കെ ഹൃദയപരിച്ഛേദനയാണ് ആവശ്യം. നമുക്ക് ദൈവത്തോട് പറയാം, അങ്ങനെ നീ ചെയ്യുന്നു എങ്കിൽ നിനക്കുള്ളവർ ആകാശത്തിൻ്റെ അറുതി വരെ. ശരിയല്ലേ, നമ്മുടെ മക്കളെയും കൊച്ചുമക്കളെയും പിശാച് അവൻ്റെ പൂണി കൊണ്ട് വെച്ചിരിക്കുകയാണെങ്കിൽ കർത്താവ് വിട്ടുകൊടുക്കുക. ഞാനും എൻ്റെ മകനുമായിട്ട് എനിക്കൊരു ഉടമ്പടിയുണ്ട്, ഞാനൊരു ഉടമ്പടിയിൽ ഏറ്റുകഴിഞ്ഞിരിക്കുന്നു. ഒരു ഹൃദയപരിച്ഛേദന ഇട്ടതിനാൽ വീണ്ടും ഞാൻ അവൻ്റെ ഹൃദയത്തിൽ രാജാവായിട്ട് കഴിഞ്ഞു, അല്ലെങ്കിൽ മഹാപുരോഹിതനായിട്ട് വന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ റിഡീമറായിട്ട് വന്നു കഴിഞ്ഞു, വീണ്ടെടുപ്പുകാരനായിട്ട് വന്നതിനാൽ എൻ്റെ മക്കളെ, എൻ്റെ മകൻ്റെ കുഞ്ഞുങ്ങളെ തിരിച്ചു കൊടുക്കുക എന്ന് പറയുന്ന വചനം ഇതിൻ്റെ കൂടെ അയക്കുകയാണ്. ആരാണ് കള്ളു കുടിച്ചിട്ട് വേണ്ടാത്ത സ്ഥലങ്ങളിൽ പോയിട്ട് ദൈവത്തിന് വിപരീതമായിട്ട് നടന്നിട്ട് ദുഃഖിക്കുന്ന അമ്മമാരോട് പറയുകയാണ്, അവൻ എവിടെ പോയാലും എന്നാ ഞാൻ കൊണ്ടുവരും. ഭാര്യ ഭർത്താക്കന്മാർ അകന്ന്, ഒരാൾ കിഴക്കും ഒരാൾ പടിഞ്ഞാറേറ്റത്തും താമസിക്കുന്നു, ദൈവം കൊണ്ടുവരുമെന്ന് കർത്താവ് പറയുന്നത്. നിങ്ങനെക്കുള്ളവർ ആകാശത്തിൻ്റെ അറുതി വരെ ചിതറിപ്പോയാലും നിൻ്റെ ദൈവമായ യഹോവ അവിടെ നിന്ന് നിന്നെ കൂട്ടിച്ചേർക്കും. അവിടെ നിന്ന് അവൻ നിന്നെ കൊണ്ടുവരും. നിൻ്റെ പിതാക്കന്മാർക്ക് കൈവശമാക്കിയ ദേശത്തേക്ക് നിൻ്റെ ദൈവമായ യഹോവ നിന്നെ കൊണ്ടുവരും. നീ അത് കൈവശമാക്കും. അവൻ നിനക്ക് ഗുണം ചെയ്ത് നിൻ്റെ പിതാക്കന്മാരെക്കാൾ നിന്നെ വർദ്ധിപ്പിക്കും. ഇരട്ടി അനുഗ്രഹം. ഇതാണ് ഉടമ്പടിയുടെ ഒരു ഗുണം. ദൈവം ഒരു നിത്യനിയമം നമുക്ക് തരുന്നുണ്ട് എങ്കിൽ അത് നമ്മൾ ഒബ്സർവ് ചെയ്യണം. അത് പള്ളിക്കും പുള്ളിക്കും വ്യത്യാസമില്ല. കർത്താവ് എന്നോടൊരു കാര്യം പറഞ്ഞു, ഞാനത് ചെയ്യും. ദൈവമാണ് ഒരു കാര്യം നമ്മളോട് പറയുന്നത്, അല്ല നമ്മൾ പോകുന്ന കോൺഗ്രിഗേഷൻ വേറൊരു നിയമം പറയുന്നെങ്കിൽ തീർത്തും മുൻതൂക്കം നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെതാണ്. ദൈവം ഒരിക്കലും വിപരീതമായിട്ട് പറയില്ല. പക്ഷേ കർത്താവ് ചില കാര്യങ്ങളിൽ ചില സ്ട്രോങ് വ്യൂ എടുക്കാൻ ദൈവം പറയും, നിന്നോട് ഞാനിത് പറയുന്നു, നീ ഇത് ചെയ്യും. കർത്താവ് ചിലപ്പോൾ പറയും, നീ 7 ദിവസം പോയി കുർബാന അനുഭവിക്കുക, അല്ലെ വേറൊരാട്ട് പറയും 9 ദിവസം നീ പോയി പ്രാർത്ഥിക്കുക, ഒരു ദിവസം ഓരോ ദിവസം. അങ്ങനെ ഓരോരുത്തരോട് ദൈവം പറയുന്നതനുസരിച്ച് നമ്മൾ ചെയ്യണം. അവനവൻ കേൾക്കണം. ബുദ്ധിയില്ലാത്ത കന്യകളെ എന്ന് വിളിക്കാൻ ഇട്ടയാക്കരുത് നമ്മളെ. ബാശാൻ കൂറ്റങ്ങളെ എന്ന് യെശയ്യാ 32 വിളിക്കുന്ന പോലെ നമ്മളെ വിളിക്കരുത്. അപ്പം ഫിസിക്കൽ സർക്കംസിഷൻ അല്ലെ പുറമേയുള്ള അഗ്രചർമ്മം അല്ല ദൈവം ഉദ്ദേശിക്കുന്നത്, ഹൃദയത്തിൻ്റെ അഗ്രചർമ്മം. അങ്ങനെ വരുമ്പോഴാണ് ജെറമ്യാ 4:4 പറയുന്നത്, നിങ്ങളെ തന്നെ യഹോവയ്ക്കായി പരിച്ഛേദന ചെയ്ത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അഗ്രചർമ്മം നീക്കിക്കളവീൻ. അപ്പോൾ നമ്മളെ തന്നെ മനസ്സിലാക്കിയിട്ട് എന്ന് പറഞ്ഞിട്ട് ഹൃദയത്തിനകത്ത് നിനക്കിഷ്ടമില്ലാത്തത് അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന ചിന്ത ഇപ്പം വലിയ മലയായിട്ട് കയറിയിരിക്കുക, പണത്തിൻ്റെ ഭാരമായിരിക്കാം. പലരും എന്നെ പണത്തിൻ്റെ ഭാരത്തെ വിളിച്ച് പറയാണ്. ഇപ്പോൾ കാലങ്ങളിൽ ഓൻ്റെ പൊന്നെ എവിടുന്നേലും ഒരു ബാങ്കിൽ നിന്ന് കാശെടുത്ത് പോയെങ്കിൽ അത് ഇൻട്രസ്റ്റ് കൂടി എത്ര കൊടുത്താലും തീരത്തില്ല. എത്ര പേരാണ് വിളിച്ച് പറയുന്നത്. നമുക്ക് സഹിക്കാൻ വയ്യാത്ത ഭാരം ആർക്ക് പരിഹരിക്കാൻ സാധിക്കും? നമ്മളെ ഒരു ഹൃദയപരിച്ഛേദന അവിടെ ആവശ്യമുണ്ട്. എന്തിനും ഓരോ മണ്ടത്തരം കാണിച്ച് വെച്ച് മറ്റുള്ളവർ സഹായിക്കണം നമ്മൾ ആഗ്രഹിക്കുന്നത്. ഉന്നതനായ ദൈവത്തിൻ്റെ അടുക്കൽ ചെന്നിട്ട് നിരന്തരം പ്രാർത്ഥിച്ചിട്ട് കർത്താവ് സ്വർഗവും ഭൂമിയും ഇറക്കി വരാൻ തക്കവണ്ണം പ്രാർത്ഥിക്കണം. നിങ്ങളെ തന്നെ യഹോവയ്ക്കായി പരിച്ഛേദന നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അഗ്രചർമ്മം നീക്കിക്കളയും. ക്രിസ്തുവിലുള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയും വാഗ്ദത്തപ്രകാരം അവകാശികളാണ്. ഗലാത്യർ 3:29. അബ്രഹാമിൻ്റെ സന്തതി. അപ്പോൾ ഈ അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം കൊണ്ട് നമ്മൾ നിത്യനിയമത്തിൻ്റെ ഉടമ്പടിയുടെ അവകാശികളാകെ തന്നെയല്ല, ഉൽപ്പത്തി 12-ാം അധ്യായത്തിൽ കൊടുത്ത സകല അനുഗ്രഹവും നമുക്ക് കിട്ടുകയാണ്. അത് നമ്മുടെ അവകാശമായി മാറുകയാണ്. മത്തായിയുടെ സുവിശേഷം 5:17, ഞാൻ ന്യായപ്രമാണത്തെ പ്രവാചകന്മാരെ നീക്കാനല്ല വന്നത്, നിവർത്തിപ്പാനത്രേ.
സത്യമായിട്ട് ഞാൻ പറയുകയാണ്, ഭൂമി ഒഴിഞ്ഞു പോകും, ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും, സകലതും നിവൃത്തിയാണ് ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാട് ഒഴിഞ്ഞു. ആകാശവും ഭൂമിയും മാറും. പൗലോസ് പറയാലും നിൻ്റെ വചനം ഒരിക്കലും മാറത്തില്ല. യേശു പറയുന്നുണ്ട്, കർത്താവിൻ്റെ വചനം, പൗലോസല്ല യേശുവാ പറയുന്നത്. എസെക്കിയേൽ 22:8-9 കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനം അത്രയാണ്. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. അപ്പോൾ നമ്മൾ ഈ കൃപാസനത്തിലേക്ക് കൊണ്ടുവരികയാണ് അഗ്രചർമ്മം തന്നിട്ട്. നമ്മുടെ ഹൃദയത്തിനകത്ത് ദൈവത്തിന് പകരം ഏതിരിപ്പുണ്ടോ അതിനെ കണ്ടിച്ച് കളയണം. പരിച്ഛേദന കണ്ടിച്ച് കള കർത്താവിലേക്ക് കടന്നു വരിക. നമ്മളെ ദൈവം വിളിച്ച് മാറ്റുന്നു കർത്താവിൻ്റെ. അപ്പോൾ ഈ ബോത്ത് ടെസ്റ്റ്മെൻറ്റ്, ന്യൂ ടെസ്റ്റ്മെൻറ്റും പഴയ നിയമവും പുതിയ നിയമവും നമ്മളോട് പറയുന്നത് എന്താണെന്നറിയാമോ? നമ്മൾ ദൈവത്തിന് പകരം വേറൊന്നിനെയും കയറ്റി വെക്കൽ. വി നീഡ് എ റിപ്പൻറ്റൻറ്റ് ഹാർട്ട്. പാപബോധം, നീതിബോധം. നിനക്ക് അതായത് ദൈവത്തെ ട്രസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അവൻ്റെ കൂടെ അടുത്ത് വചനവുമായിട്ടിരിക്കാതെ ഒരിക്കലും വളരാനൊക്കത്തില്ല. ചുമ്മാതെ ഇപ്പോൾ ഒരു പ്രശ്നം വന്നിരിക്കുന്നത്, ഇഷ്ടംപോലെ വചനം നമുക്ക് കേൾക്കാം, പക്ഷെ ഒന്ന് കഴിയുമ്പോൾ അതിന് വിപരീതമായി വേറൊരു വചനം വേറൊരാൾക്കൂടെ പിശാച് കൊണ്ടുവരും. അവർ വേറൊരു കാര്യത്തിനായിരിക്കും, പക്ഷെ നമുക്ക് തോന്നും അതിന് ഓപ്പോസിറ്റായിട്ട്. ഒരു വചനവും നമ്മുടെ ഹൃദയത്തിൽ വളരത്തില്ല. ഈ നഴ്സറി ചെന്നിട്ട് പല വളർന്നിട്ടുള്ള ചെടികൾ പോലെ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവെക്കും, ഒരെണ്ണം പോലും മണ്ണിൽ ഇറക്കിയിട്ടില്ല, ഒന്നും വളർന്നിട്ടില്ല. അങ്ങനെയാണ് പല ക്രിസ്ത്യാനികളുടെയും ജീവിതം. ഒരെണ്ണമെങ്കിലും നല്ല വിത്ത് വീർന്ന് നല്ല വൃക്ഷമാക്കി, ജീവവൃക്ഷമാക്കിയിട്ട് അതിൻ്റെ തണലിൽ പക്ഷികൾക്കും മൃഗങ്ങൾക്കും മനുഷ്യർക്കും ആശ്രയം തേടാൻ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ ജീവവൃക്ഷമാക്കി വളർത്താൻ ദൈവം നമ്മളെ ആഗ്രഹിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. ഹൃദയ പരിച്ഛേദന നിനക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അറിഞ്ഞോ അറിയാതെ ഞങ്ങളുടെ ഹൃദയത്തിൽ വന്നുകൂടുന്ന മാലിന്യങ്ങൾ, ആവശ്യമില്ലാത്ത പ്രയാസങ്ങൾ, ചിന്തകൾ, പ്രശ്നങ്ങൾ മല പോലെ മുമ്പിൽ വന്നങ്ങ് നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാം? മക്കളെക്കുറിച്ചുള്ള ഭാരത്തിൻ്റെ ആദി ഇന്ന് തുടങ്ങിയതല്ല പിച്ച, ഉൽപ്പത്തി തൊട്ട് തുടങ്ങിയതാണ്. ഇത് എന്ന് തീരുമെന്ന് വിചാരിച്ച് ഞങ്ങളൊക്കെ വിഷമിക്കുന്നുണ്ട് കർത്താവ്. എന്നാൽ സർവശക്തനായ ദൈവം, ഞങ്ങളെ കരുതിയ ദൈവം തലമുറകളെ കരുതുന്ന ദൈവമാണെന്ന് പഠിപ്പിക്കുന്നു. അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്തം ഇന്നും നിവൃത്തിയിരിക്കുന്നു. അബ്രഹാമിനോട് കൊടുക്കുന്നതിൽ ആവർത്തന പുസ്തകത്തിൽ അപ്പച്ചൻ പറഞ്ഞു, ഹൃദയ പരിച്ഛേദനയാണ് എനിക്ക് ആവശ്യം. അതിനൊരു ഔട്ട്വേർഡ് സൈൻ മാത്രമായിരുന്നു പുറമേയുള്ള പരിച്ഛേദന. ഞങ്ങളുടെ ഹൃദയത്തിനെ ഇതാ നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അപ്പം ഞങ്ങളുടെ ഹൃദയത്തിനെ പരിച്ഛേദന ചെയ്താട്ടപ്പച്ച. അവിടെ എന്താണ് നിനക്കിഷ്ടമില്ലാത്തിരിക്കുന്നത് ശുദ്ധീകരിക്കപ്പച്ച. ഞങ്ങൾ ചോദിക്കാതെ അവിടെ നിന്നും ചെയ്യത്തില്ലല്ലോ. ഹൃദയ പരിച്ഛേദനയിട്ട് പൂർണ്ണമായിട്ടും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നെക്കൊണ്ട് നിറയ്ക്കാൻ പഠിപ്പിക്കുക. ക്രിസ്തുവിൻ്റെ വചനം കൊണ്ട് നിറയട്ടെ. പരിശുദ്ധാത്മ അത് ഏറ്റെടുത്താട്ടെ. ഞങ്ങളുടെ ഹൃദയത്തിൽ ആ പരിശുദ്ധ പ്രാവ് ശാന്തമായിട്ട് വന്നിരിക്കാനും ആ പ്രാവ് അവിടെ ജീവൻ വെച്ച് പറന്നുയരത്തക്ക വിധത്തിലുള്ള ശക്തി പ്രാപിപ്പാൻ ഞങ്ങളിൽ ബലപ്പെടണം. ജീവൻ്റെ ഉറവ അകത്ത് വന്നിട്ട് നിറഞ്ഞ് തുളുമ്പുന്ന അനുഭവത്തിലോട്ട് കയറണം. അതിനകത്ത് ഒരു കലക്കവും ആവശ്യമില്ല പച്ച. നീ അത് ചെയ്യുന്നതിന് സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ തലമുറകൾക്ക് ഞങ്ങളുടെ ജീവിതം ഒരൈശ്വര്യവും അനുഗ്രഹമാക്കി മാറ്റണം. നിറഞ്ഞു തുളുമ്പുന്ന അനുഭവം നിന്നിലുണ്ട് കർത്താവേ. നിന്നിലല്ലോ ഞങ്ങളുടെ ആത്മാവ് സന്തോഷിക്കുന്നത്, നിന്നിലല്ലോ ഞങ്ങളുടെ സമാധാനം. കർത്താവേ, നീ എഴുന്നള്ളി വരുന്നിടത്ത് പ്രാണപ്രിയനായ നിൻ്റെ സാന്നിധ്യമുള്ളപ്പോൾ സന്തോഷ പരിപൂർണത എവിടെയുണ്ടെന്ന് നീ പഠിപ്പിക്കുന്നുണ്ട്. രാജാവുള്ളിടത്ത് കോലാഹലമുള്ളതുപോലെ ദൈവസാന്നിധ്യമുള്ളിടത്ത് അതിൻ്റെ സന്തോഷം കടന്നു വരട്ടെ. എന്നും ദുഃഖിച്ചുകൊണ്ടിരിക്കാതെ കർത്താവ്, ആവശ്യമുള്ളപ്പോൾ കുഴലൂതുമ്പോൾ ഡാൻസ് ചെയ്യാൻ കൂടെ പഠിപ്പിക്കപ്പച്ച. കരയേണ്ടിയപ്പോൾ കരയാനും കർത്താവ് എല്ലാം അതാതിൻ്റെ തക്ക സമയത്ത് ചെയ്തെടുത്ത് നിന്നോട് ചേർന്ന് നിന്ന് പ്രയാസങ്ങളിൽ നിൻ്റെ വചനത്തിൽ ഉറച്ചു നിന്ന് സന്തോഷത്തിൽ നിന്നിൽ സന്തോഷിപ്പാനും ഞങ്ങളെയും തലമുറയും പഠിപ്പിക്കണം. സന്തോഷം കിട്ടുമ്പോൾ നിന്നെ മാറ്റി നിർത്തിയിട്ട് ഒന്നും ചെയ്യാൻ ഞങ്ങളെ അനുവദിക്കുക. അങ്ങനെയുള്ള വാതിലുകളെ അടഞ്ഞു പോട്ടെ അപ്പച്ച. വെളിപാടിൽ പറയുന്നത് പോലെ 3 പറയുന്നത്, ഇതാ ദാവീദിൻ്റെ താക്കോലിനും സത്യവാനും നീതിമാനുമായ ദൈവം പറയാണ്, ഇതാ ഞാനൊരു വാതിൽ തുറന്നിരിക്കുന്നു, അതാർക്കും അടയ്ക്കാനൊക്കെ. നിൻ്റെ വാതിലല്ലാത്ത എല്ലാം അടഞ്ഞു പോട്ടെ, അപ്പച്ചൻ തുറക്കുന്നത് മാത്രം തുറക്കട്ടെ. അവിടെ അതിനു വേണ്ടി ഞങ്ങളെ ഉടമ്പടിയുടെ ഉടമസ്ഥനായ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ ഉടമ്പടിയാകുന്ന ഹൃദയ പരിച്ഛേദന ഞങ്ങൾക്ക് ചെയ്തു തന്നതിന് നന്ദി. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.